നേരം കമല നേത്രന്റെ നിറമേളം മഞ്ഞത്തുകൈ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിയു കാണണം ഭഗവാനെ. വാലസ്ത്രീകളെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പിലിരുന്നോരോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും നീലക്കാർവർണ്ണ കണി കാണും നേരം കമല നേത്രന്റെ നിറമേളും മഞ്ഞ തുകി ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. താങ്ക് യു. എന്റെ വീട് കൊല്ലം. ഇവിടെ ഗുരുവായൂർ തൊഴ വന്നാണോ? പിന്നെ എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരാൻ പറ്റുമോ? നമുക്ക് അവിടുന്ന് വണ്ടി കയറിക്കൊണ്ട് അത് മനസ്സിലായി. എപ്പോഴും വരാറുണ്ടാ? വല്ലപ്പോഴും അല്ല, ഞാൻ എല്ലാ മാസത്തിനും വരാറുണ്ട്. ഈ വേട വിഷുവിനും വന്നിട്ട് പോയതാണ്. പിന്നെ തിരിച്ച് റിട്ടേൺ കോയമ്പത്തൂരേക്ക് പോകുന്ന വഴിക്ക് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ഷൊർണൂര് പോയിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് പോകും. ശരി ശരി, ഓക്കെ. എന്താണ് കണ്ണനെ പറ്റി രണ്ടു വാക്ക് പറയും, കേക്കട്ടെ. എന്തെങ്കിലും ഒരു അനുഭവം പറയും, നിങ്ങളുടെ അനുഭവം പറയുന്നു. അത് എൻ്റെ ഒരു നല്ലൊരു അനുഭവം ഞാൻ പറയാം. അതായത് ഞാൻ പൈസയൊക്കെ ആയിട്ട് ബാഗൊക്കെ ആയിട്ട് ഒരു 7 വർഷത്തിന് മുന്നേ ആദ്യത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാഭാരം തൂക്കിയായിരുന്നു. 85 കിലോ പഞ്ചസാരയ്ക്ക് തുലാഭാരം തൂക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂക്കിനകത്ത് മഞ്ഞൾ കയറിപ്പോയിട്ട് അവസാനം എൻ്റെ മൂക്ക് ഇവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്നൊരു അവസ്ഥ വന്നപ്പോൾ അന്ന് എനിക്ക് 3 വയസ്സല്ല 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശബ്ദത്തിന് ഒരുപാട് വ്യത്യാസം വരും, മൂക്കടച്ച് പോകുമെന്നൊക്കെ പറഞ്ഞു. അന്ന് അച്ഛനും ഒരു പ്രാർത്ഥന ഒരു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, എൻ്റെ കൃഷ്ണ നിനക്ക് പഞ്ചസാരയിൽ ഇവനെ കൊണ്ട് ഞാൻ തുലോഭാരം തൂക്കാമെന്ന്. പക്ഷെ അച്ഛനെ കൊണ്ട് നടന്നില്ല. ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അതിനുശേഷമാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അന്നാണ് ആദ്യമായിട്ട് ഞാൻ കണ്ണനെ കാണാൻ വേണ്ടി വരുന്നത്. അന്ന് കയറി അകത്ത് കയറി കാണുകയും ചെയ്തിരുന്നു. പിന്നെ എപ്പോഴും അവനെ കാണാൻ എനിക്ക് തോന്നുമായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ അവിടുത്തെ ഒരു ലോഡ്ജിൽ വന്നിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീൻസെല്ലാം ഊരിയിട്ട് തൂക്കിയിട്ട് അവിടെ ലോക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പൈസയും കൊടുത്തിട്ട് അകത്ത് കയറിയത്. ബാഗും ഒക്കെ അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ ജനിച്ച വേഷത്തിൽ ഞാൻ ഇരിക്കുമ്പം പെട്ടെന്ന് കതവ് ഒരു തുറന്നു ഒരു വയസ്സായ ഒരാൾ കാണാൻ നല്ല ഭംഗിയുള്ളത്. ഞാൻ അയാളെ തെറിയും പറഞ്ഞു. കാരണം ആൾ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണോ വന്ന് കയറുന്നതെന്ന്. അയാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ പേഴ്സ് എടുത്ത് നോക്കി. അതിനകത്ത് 5000 രൂപയും ഇത് ഇവിടെ തിരിച്ച് ഞാൻ വന്ന് അവരോട് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ ബാത്റൂമിൽ ഇറങ്ങി വന്ന് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടേ ഇല്ല. കൃഷ്ണനാണ് അത്. അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടേ ഇല്ല. ഞാൻ അവിടെ എല്ലാവരുടെ അന്വേഷിച്ചു, വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്റെ മനസ്സിലാകത്ത് തോന്നി.